ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട്. ഇത് ഫുൾ ഡേ ഒന്നും ഇല്ല കേട്ടോ, മോർണിംഗ് റൊട്ടീൻ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു, കുളിച്ചു, അങ്ങനെ അടുക്കളയിലോട്ട് കയറി ആദ്യം തന്നെ ചായ അങ്ങിടാമെന്ന് കരുതി. ചെറിയ വയറുവേദനയുണ്ട്, അപ്പോൾ ഒരു കോഫിയൊക്കെ കുടിച്ചുകൊണ്ടങ്ങ് ജോലി ചെയ്യാമെന്നൊക്കെയാണ് വിചാരം. അങ്ങനെയാണ് ആദ്യമേ അങ്ങ് ചായ ഇടാൻ വെച്ചത്. അരി തിളപ്പിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെയാണ് അരി ഇട്ടത്. അപ്പോൾ നമുക്ക് രാത്രി ഇടാൻ പറ്റില്ല, രാത്രി എനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ അരി ഇട്ടില്ലായിരുന്നു. അപ്പോൾ രാവിലെ ഇട്ട് നമുക്ക് ഉച്ചക്കത്തേക്ക് മതിയല്ലോ, കാശി ചോറും കൊണ്ടുപോകാത്തതുകൊണ്ട് കുഴപ്പമില്ല. ദോശയും ചിക്കൻ കറിയും മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സാമ്പാർ ഉണ്ടാക്കാമെന്ന് കരുതിയാണ്. അപ്പോൾ തലേന്ന് ചിക്കൻ കറി വെച്ചത് കൊണ്ട് ഞാൻ കരുതി അതങ്ങ് കൊടുത്തു വിടാം, വെറുതെ സാമ്പാർ ഉണ്ടാക്കണ്ടല്ലേ. ഏട്ടനും ചിക്കൻ കറി കൂട്ടി കഴിച്ചോളും കേട്ടോ ദോശ. അങ്ങനെ ദോശ മാവ് എടുത്ത് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ എന്തെങ്കിലും കലക്കി അങ്ങ് വെക്കുവാണേ. അപ്പം അപ്പോഴത്തേക്ക് തണുപ്പൊക്കെ അങ്ങ് മാറുമല്ലോ ഉണ്ടാക്കാൻ സമയമാകുമ്പോഴത്തേക്ക്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചായ തിളച്ച് വരാറായി. അപ്പോൾ ഏട്ടനും എനിക്കും ബ്രൂ എടുത്തു, ശ്രീമോനും കാശിക്കും കൂടെ ബൂസ്റ്റ് എടുത്തു. ശ്രീമോൻ ഒരു ശകലവേ കുടിക്കത്തുള്ളൂ കേട്ടോ. അപ്പം അവന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ആരെങ്കിലുമൊക്കെ കുടിക്കുന്നത് ഇന്ന് ഇച്ചിരിയും കുടിക്കും എന്നുള്ളതല്ലാതെ സെപ്പറേറ്റ് അല്ലാതെ അവനൊന്നും കുടിക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് അതങ്ങ് എടുക്കാവുന്നത്. അപ്പോൾ കാശിയോട് മേളിൽ കുളിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏട്ടനെ ഞാൻ ഏർപ്പാടാക്കിയിട്ടാണേ വന്നത്. അതാകുമ്പോഴത്തേക്ക് രാവിലെ ജോലിയും കഴിയുമല്ലോ. കുളിക്കാനും കൂടെ നിന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കാശിക്കുള്ള തണുക്കാൻ ഒഴിച്ച് വെച്ചിട്ട് ഞാൻ നേരെ ദോശ ഇടാൻ അങ്ങ് പോവാണേ. അപ്പോൾ അവന് വലിയ ദോശ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അത് മുറിച്ച് കഴിക്കാൻ ഇച്ചിരി പാടായതുകൊണ്ട് കുട്ടി ദോശ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനത് ആദ്യം ആലോചിക്കാതെ ഞാൻ പെട്ടെന്ന് അങ്ങ് വലിയൊരു ദോശ അങ്ങ് ചുട്ടു പോവുകയും ചെയ്തു. പിന്നെ ഓർത്ത സമയമുണ്ടല്ലോ, അവൻ റെഡി ആകുമ്പോഴത്തേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോഴത്തേക്ക് ശ്രീമോൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാശ് മാത്രമേ ഉണർന്നിട്ടുള്ളായിരുന്നു. കാശ് ആ ശ്രീമോനെ ഉണർത്തിയതാണ്. അപ്പോൾ ഒരു 2 രൂപ അവൻ്റെ കയ്യിലിരുന്ന് അതുകൊണ്ട് വന്നതാണ് കേട്ടോ എൻ്റെ കയ്യിൽ തരാൻ വേണ്ടിയിട്ട്. തന്നു കഴിഞ്ഞ ഉടനെ അത് വാങ്ങിക്കുകയും ചെയ്തു. ഇനി ഞാനത് കൊടുക്കാതിരുന്നാലോ എന്ന് പേടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ചൂടാക്കാൻ വെച്ചതായിരുന്നേ. അങ്ങനെ ഞാൻ ഏട്ടൻ്റെ കയ്യിലോട്ട് അവനെ കൊണ്ട് കൊടുക്കാൻ പോയി. ഏട്ടനാണെങ്കിൽ കാശിയായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കറണ്ടും പോയി. അതുകൊണ്ട് കെറ്റിലിലും വെള്ളം വെക്കാൻ പറ്റത്തില്ല, ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ വെള്ളം ചൂടാക്കി തരാം, അവന് കുളിക്കണമല്ലോ. അപ്പോൾ ഞാൻ അവിടെ അടുപ്പിൽ നമ്മളങ്ങ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. വെള്ളം ചൂടായി തീരുന്നതിന് മുമ്പ് വരെ കറണ്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ചൂടായിക്കൊണ്ടിരിക്കാൻ ഒന്ന് പറ്റിച്ചെടുക്കും. രാത്രി നമ്മൾ ചപ്പാത്തിക്ക് വേണ്ടി നല്ല ലൂസായിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി കൂടെ കുറുകി എടുക്കാമെന്ന് കരുതി. പിന്നെ കാശിക്ക് നല്ല കുട്ടി ദോശം ചുടുവാണ്. ആ സമയത്തേക്ക് നമുക്ക് കറണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വെള്ളം നമുക്ക് കുടിക്കാനെടുക്കാം. കെറ്റിലെ വെള്ളം അവിടെ ഓണായിരിക്കുമായിരുന്നു, ഓഫ് ചെയ്യാൻ മറന്നുപോയി. ഞാനും മറന്നുപോയി, ഏട്ടനും മറന്നുപോയി. അങ്ങനെ ആ വെള്ളത്തിൽ ഞാൻ കുളിച്ചോളൂ എന്ന് കരുതി കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ കുടിക്കാൻ വേണ്ടി കോഫി എടുത്തുകൊണ്ട് വെച്ചതാണ്. അപ്പോൾ കോഫി എടുത്തുകൊണ്ട് വെപ്പ് മാത്രം നടക്കുന്നുള്ളതിൻ്റെ ഇടയിൽ കൂടെ പല ജോലികൾ നടക്കുന്നതുകൊണ്ട് കോഫി ഇതുവരെ ഞാൻ ഒരു സിപ്പ് പോലും കുടിച്ചിട്ടുമില്ല. എങ്കിൽ ഇച്ചിരി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുടിക്കാമെന്ന് കരുതിയിരുന്നു. അപ്പോൾ അപ്പുറത്ത് വീണ്ടും മണ്ടേ പൂച്ച ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞാനാണെങ്കിൽ നമ്മളെ കണ്ട ഉടനെ ചാടി വരും. ഇതിപ്പോൾ ഞാൻ വിളിച്ച ഉടനെ ഇങ്ങനെ ഇറങ്ങി വന്നു കേട്ടോ. ഒരു പൂച്ചക്കുഞ്ഞുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരെണ്ണേ കാണുന്നുള്ളൂ. ഒന്ന് ചത്തുപോയെന്ന് തോന്നുന്നു, പിന്നെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല, കഴിക്കാനൊന്നും കിട്ടിയില്ല, നിൽക്കുവാതെ. അപ്പോൾ ഞാനന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമേ കൊടുക്കാറുള്ളൂ. ഇപ്പം നമ്മൾ കൊടുക്കത്തില്ല, കൊടുത്തു പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് മാറത്തില്ല, അകത്ത് കയറി ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ ഞാൻ കാശിക്കുള്ളത് അങ്ങ് എടുത്ത് വെക്കാമെന്ന് കരുതി. അവന് കരൾ ഇഷ്ടമാണ് കേട്ടോ, ചിക്കൻ്റെ. അപ്പോൾ കരളും ഒരു പീസും ഒരിച്ചിരി ചാറൂടാണ് ഞാൻ വെച്ചത് അവന് കറിയായിട്ട്. പിന്നെ ആ കുട്ടി ദോശകളും പറക്കി വെക്കുന്നുണ്ട്. ഒരെണ്ണം എടുത്ത് ശ്രീമോൻ്റെ കൈ കൊടുത്തെങ്കിലും ശ്രീമോൻ കഴിച്ചില്ല. അപ്പോൾ പൂച്ചയെ കണ്ടതിനാണ് അങ്ങോട്ട് നീട്ടുന്നത്. പൂച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ. പൂച്ച കാണിച്ചുകൊണ്ട് വല്ലതൊക്കെ കൊടുത്താൽ ചില സമയത്ത് വല്ലതും കഴിക്കും, അവൻ്റെ ഗുണം അനുസരിച്ചിരിക്കും. ചില സമയത്ത് അവനൊന്നും കഴിക്കത്തതുമില്ല. കാശിയല്ല കേട്ടോ, ശ്രീമോനും കാശി എപ്പോഴും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും കേട്ടോ. ഇത്രയും നാളായിട്ടും അതെനിക്ക് മാറിപ്പോവും. വഴക്ക് പറയാൻ നേരം കൂടുതലും കാശിന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്. അങ്ങനെ ഏട്ടനോടുള്ള ദോശ അങ്ങ് ചുട്ടു വെക്കാമെന്ന് കരുതി ഞാൻ ആ ദോശ അങ്ങ് ചുടുവാണ്. അല്ലെങ്കിൽ വെറുതെ ഒരു പാത്രത്തിൽ അങ്ങനെ മാവ് വെച്ചേക്കണമല്ലോ. അങ്ങനെ ഞാൻ കോഫി എടുത്തുകൊണ്ട് ഞാൻ നേരെ കാശിയുടെ ടിഫിനെല്ലാം എടുത്ത് വെക്കാൻ പോവാണ്. അവനാണെങ്കിൽ കിറ്റിലോട്ട് എടുത്ത് വെക്കുവാണ്. അപ്പം കർച്ചീഫെല്ലാം അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി കാശിയാണ് ഇതെല്ലാം എടുത്ത് ഇവിടെ വെച്ചത്. എനിക്ക് ഇന്നലെ വയ്യാത്തത് കൊണ്ട് എല്ലാ അച്ഛനും മോനും കൂടെയുള്ള പരിപാടിയായിരുന്നു. പാത്രം കഴുകിയതുമൊക്കെ ഏട്ടനായിരുന്നു കേട്ടോ. നല്ല വയറ്റ് വേദനയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ വലിയ കുഴപ്പമില്ല, എങ്കിലും ചെറിയ വേദനയുണ്ട്. നമ്മളെങ്കിലും നമ്മുടെ കാര്യങ്ങൾ ചെയ്തെല്ലാം പറ്റും. അത് കഴിഞ്ഞപ്പോൾ കാശിയുടെ ടൈം ടേബിൾ നോക്കാൻ വേണ്ടി വന്നതാണ്. കാശി കുളിച്ചുകൊണ്ട് നിൽക്കുവാണെങ്കിൽ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ ടൈം ടേബിൾ നോക്കിയപ്പോൾ EVSൻ്റെ ടെസ്റ്റ് കാണുന്നില്ല. ടൈം ടേബിൾ നോക്കിയപ്പോൾ ഇന്നുണ്ട് EVS. അങ്ങനെ ഞാൻ ഏട്ടനോട് പറഞ്ഞു. ഏട്ടനാണെങ്കിൽ പോയി മിസ്സിൻ്റെ അടുത്ത് നിന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ട്യൂഷന് പോയടുത്ത് മറന്നു വെച്ചിട്ട് വന്നതാണ്. അങ്ങനെ ഞാൻ അവനെ റെഡിയാക്കിയപ്പോഴത്തേക്ക് ഏട്ടനും ശ്രീമോനും കൂടെ പോയിട്ടുണ്ടത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മിസ്സിനെ വിളിച്ച് പറയും കാശിക്ക് ഭയങ്കര മറവിയാന്നൊക്കെ പറയുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുവാണ്. ഇനി അങ്ങനെ ചെയ്യത്തില്ലമ്മേ, ഞാനെല്ലാം ഇനി ഓർത്തെടുത്ത് വെച്ചോളാം എന്നൊക്കെ പറഞ്ഞേ.
ഇന്നലെ ട്യൂഷന് വിളിക്കാൻ ചെന്നപ്പോഴത്തേക്ക് എല്ലാം പറക്കി വെച്ച് റെഡിയായിട്ടിരിക്കുമായിരുന്നു പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ അത്രയും സമയം അവിടെ ഇരുന്നപ്പോൾ പോലും അവനത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ പോകാൻ സമയമായപ്പോഴത്തേക്ക് അവനാണെങ്കിൽ വെളിയിൽ നിന്നു. അപ്പോഴത്തേക്ക് ഏട്ടനും വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. വാൻ വരുന്നതിന് മുമ്പ് ഏട്ടൻ വരണമെന്നേ ഉള്ളായിരുന്നു എനിക്ക് പ്രാർത്ഥന. പക്ഷേ കറക്റ്റായിട്ട് ഏട്ടൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വാനും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാശി കയറ്റി വിട്ടു. അപ്പോൾ പിള്ളേരെല്ലാം ഇന്ന് എന്തോ പറ്റിയെന്ന് അറിയാൻ വയ്യ, നല്ല സൈലൻറ്റിലിരിക്കുമായിരുന്നു. ഒരാൾ മാത്രം ടാറ്റ തരാൻ നിന്നുള്ളൂ, അല്ലെങ്കിൽ ആ ബാക്കിലിരിക്കുന്ന പിള്ളേർ മൊത്തം ഫ്രണ്ടിൽ വരും. അങ്ങനെ അവരെ വിട്ട് കഴിഞ്ഞ് ഞാനിങ്ങനെ അകത്തോട്ടേക്കും കയറുവാണ്. എനിക്ക് കുറച്ച് സമയം ഇരുന്നിട്ട് ബാക്കി ജോലി ചെയ്യാമെന്ന് കരുതി. അതൊന്നും നടക്കത്തില്ല, ഏട്ടൻ പോകുന്നതിന് മുമ്പ് എൻ്റെ ജോലി ഒതുക്കണമല്ലോ. അങ്ങനെ ഞാനാണെങ്കിൽ എൻ്റെ ഫോണിൽ സ്പേസ് കുറവായിരുന്നു. അങ്ങനെ കുറച്ച് വീഡിയോസ് നമ്മൾ രാവിലെ എടുത്തത് അത് ടാബിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ കയ്യിലോട്ട് ശ്രീമോനെ കൊടുത്തിട്ട് നേരെ അടുക്കളയിലോട്ടിങ്ങ് വന്നു കേട്ടോ. ഉച്ചക്കത്തേക്കുള്ള എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ, ചിക്കൻ കറി മാത്രമേ ഇരിപ്പുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നൊരു അവിയലും ഒരു രസവും ഒരു മെഴുക്കുവരട്ടിയും കൂടെ വെക്കാമെന്നാണ് എൻ്റെ പ്ലാന്. അപ്പം മീനുണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വരണേ. സമയം ഉണ്ടെങ്കിൽ ഞാൻ ഏട്ടനോട് പറഞ്ഞായിരുന്നു. ഏട്ടൻ ഇച്ചിരി നേരത്തെ പോകണമെന്നും പറഞ്ഞു. അത് നടക്കുമെന്ന് അറിയാൻ വയ്യ മീൻ വാങ്ങിക്കൽ. ചിക്കൻ കറിയോ അല്ലെങ്കിൽ മുട്ട പൊരിച്ചതോ ഒക്കെ കൂട്ടി ഉച്ചയ്ക്ക് കഴിക്കണം. അങ്ങനെ നമ്മൾ അവിയൽ വെക്കാനുള്ള സാധനങ്ങളെല്ലാം ഓരോന്നേ ഞാൻ എടുത്തിട്ടുള്ളൂ. എങ്കിലും നമുക്കത് അധികമാണ്, നമ്മൾ മാത്രമല്ല ഉള്ളൂ. ബാക്കി പച്ചക്കറികളെല്ലാം ഞാൻ കൈയോടെ എടുത്തങ്ങ് വെക്കുവാണ്, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും, എല്ലാം അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും. പിന്നെ എല്ലാം ഒതുങ്ങിയിരുന്നത് ഞാൻ ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ. പിന്നെ ഞാനൊരു ചെറിയ മുറവ് എടുത്തിട്ട് അതിലോട്ട് നമ്മൾ വേസ്റ്റ് എല്ലാം അങ്ങ് അരിഞ്ഞിട്ടിട്ട് ബാക്കിയെല്ലാം എടുത്ത് വെക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോഴത്തേക്ക് അരിഞ്ഞു കൂട്ടി വന്നപ്പോഴത്തേക്ക് അങ്ങ് ഒരുപാടായിട്ടും ഉണ്ടായിരുന്ന കഷ്ണങ്ങളെല്ലാം. പിന്നെ ഞാൻ ഓർത്ത് വൈകിട്ട് ഏട്ടൻ കഴിക്കും. രാവിലെ ആണെങ്കിൽ ഏട്ടൻ കഴിക്കുന്നതിന് മുമ്പ് അവിയൽ ഉണ്ടാക്കിയായിരുന്നെങ്കിൽ രാവിലെ കാപ്പിയുടെ കൂടെയും കഴിച്ചേനേം കേട്ടോ. അപ്പോൾ അവിയലൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഉണ്ടാക്കാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളൂ. എല്ലാ പച്ചക്കറികളും എല്ലാ സമയത്തും നമുക്ക് കാണത്തില്ല, അതുകൊണ്ടാണ് ഉണ്ടാക്കാത്തത്. അതുമാത്രമല്ല വെട്ടുമലക്കറി ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് വേസ്റ്റായി പോവുകയും ചെയ്യും, ഒരുപാട് വേസ്റ്റ് ആവും. അതുകൊണ്ട് അങ്ങനെ ഞാൻ വാങ്ങിക്കത്തില്ല. ഇന്നലെ പിന്നെ ഞാൻ ചെന്നപ്പോൾ എന്തുമായാലും ആ പുള്ളി എന്നോട് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാം കുറച്ച് തരാം, അതിൽ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ റിലയൻസിൽ നിന്നും ക്യുക്സിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നുണ്ട് എല്ലാം ചെറിയ ചെറിയ പീസുകൾ, നമുക്ക് ഇഷ്ടമുള്ളത്ര നമുക്ക് ഒരെണ്ണമാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ നമ്മൾ ചില സമയവിശേഷങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിക്കാറുമുണ്ട് കേട്ടോ. പിന്നെ ഒരു സാമ്പാർ വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കാണും, പക്ഷേ അവിയൽ വെക്കാനുള്ളതെല്ലാം എപ്പോഴും കാണത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ അവിയൽ അങ്ങ് അടുപ്പിലോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അമ്മ വിളിച്ചതുകൊണ്ടാണ് ആ ഒരു വീഡിയോ ഒന്നും എൻ്റെ ഇതിലില്ലാത്തത്. അപ്പോൾ ചെറിയ ആ ഒരു ചട്ടിയെ വെക്കാമെന്ന് കരുതിയപ്പോൾ അതിനെക്കാട്ടി കൂടുതൽ പച്ചക്കറി ഉള്ളതുകൊണ്ട് ഞാനതങ്ങ് കുക്കറിലോട്ട് അങ്ങ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കിഴങ്ങ് അരിഞ്ഞത്. എന്തൊക്കെ ഉണ്ടെങ്കിലും എനിക്കൊരു ഇച്ചിരി കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ ചോറുണ്ണാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഒരു ആസ്വദിച്ച് കഴിക്കാൻ പറ്റും, ചോറുണ്ണു എങ്കിലും ആസ്വദിച്ച് ഇച്ചിരി കഴിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതുകൂടെ അങ്ങ് ഒരു സൈഡിലാക്കുന്നുണ്ട്. കാശി സ്കൂളിൽ പോകുമ്പോൾ ആണെങ്കിൽ ചോറ് കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ കാശിക്ക് മിക്ക ദിവസങ്ങളിലും കാണും കേട്ടോ. അതൊക്കെ ഉണ്ടെങ്കിൽ ഒരിച്ചിരി കഴിക്കും. അപ്പോൾ ഞാൻ 2 വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ നല്ല മുരിച്ചെടുക്കുകയും ചെയ്യും കിഴങ്ങ് മെഴുക്കുവരട്ടി. അതിൽ എക്സ്പെർട്ടാണ് കേട്ടോ. അതിങ്ങനെ കഴിച്ച് ആ ഒരു ഇതാണ്, അങ്ങനെ ഉണ്ടാക്കുകയും ചെയ്യും. ചേച്ചി അതെപ്പോഴും പറയും, ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഒക്കത്തില്ല ചേച്ചി ഒന്നും ഉണ്ടാക്കുമ്പോഴെന്ന് വെച്ചാൽ ഞാൻ ഈ പാനിലിട്ട് നല്ലതായിട്ട് മുരിച്ചെടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എളുപ്പമാണ്, വേറെ പ്രത്യേകിച്ച് എൻ്റെ ഐഡിയാസ് ഒന്നും ഇല്ല, എങ്കിൽ പോലും ഞാൻ നല്ലതായിട്ട് മുരിച്ചെടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മോരുകറി ഉണ്ടാക്കണോ രസം ഉണ്ടാക്കണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം മോര് കറിക്കാണെങ്കിൽ തേങ്ങ അരച്ചാണ് ഞാനിപ്പോൾ ചെയ്യാറുള്ളത്. അപ്പോൾ തേങ്ങ അരയ്ക്കാൻ വേണ്ടി എൻ്റെ മിക്സിയുടെ ജാറിന് ചെറിയൊരു കംപ്ലയിൻറ്റ്, ശരിക്കും അരയുന്നില്ല. അപ്പം ഞാൻ കരുതി അത് വേണ്ട, വെറുതെ ഉണ്ടാക്കി കളയണ്ടല്ലോ, എനിക്ക് നല്ലതായിട്ട് അരഞ്ഞില്ലെങ്കിലും ഇഷ്ടമല്ല, പീരയും വെള്ളമൊക്കെ മാറി കിടക്കും. അതുകൊണ്ട് അങ്ങ് രസമാക്കുവാണ്. അപ്പോൾ രസമാണ് ഏട്ടനും ഇഷ്ടം. എനിക്കാണെങ്കിൽ മോര് കറി ഇഷ്ടമാണെങ്കിൽ ഏട്ടനാണെങ്കിൽ രസമാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ കൊല്ലത്ത് എല്ലാവർക്കും രസം ഇഷ്ടമല്ലാത്തവരാരും ഇല്ലല്ലോ. പിന്നെ അവിയലും രസവും കൂടെ നല്ല കോമ്പിനേഷനാണ്. മീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നേരത്തെ ഞാൻ അങ്ങനെ കഴിക്കുമായിരുന്നു, ഇപ്പോൾ എനിക്ക് മീൻ അത്ര താല്പര്യമില്ല, മീൻ ഞാൻ അങ്ങനെ കഴിക്കാറുമില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു പൊതിച്ചോറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ അകത്ത് ഞാൻ ആ പൊതിയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ചാള വറുത്തത് വെച്ചതാണ് ഞാൻ. പക്ഷേ അത് കഴിച്ചില്ല, എനിക്ക് ഇല തുറന്നുകൊണ്ടേ ആ ചാളയുടെ മണം വന്നപ്പോൾ എനിക്ക് ഒരുമാതിരി വന്നു കേട്ടോ. എങ്കിലും ഞാൻ ചോറ് മൊത്തം കഴിച്ചു, ഞാൻ ചാള കഴിച്ചിട്ടില്ലായിരുന്നേ. അപ്പം ഞാനത് ഓർക്കും ചെയ്ത് വെക്കണ്ടായിരുന്നു, ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഇട്ടതാണ്, പക്ഷേ കഴിക്കേണ്ടത് ഞാനല്ലായിരുന്നു. പിന്നെ ഞാൻ ചാള എവിടെ നിന്നെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാളക്കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം നമ്മുടെ അവിയൽ നല്ലതായിട്ട് വെന്ത് ഞാൻ അരപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അരപ്പിരുന്ന് വേവട്ടെന്നും കരുതി വെച്ചേക്കുവാണ്. ഞാൻ ആ രസത്തിൻ്റെ അകത്തിലോട്ട് എന്തൊക്കെ ഇട്ടേന്ന് ഞാൻ പറയാം, ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പം എണ്ണ കടുക് വറുത്തിട്ട് അതിലോട്ട് നമ്മൾ ഇച്ചിരി തക്കാളിയും വെളുത്തുള്ളിയും ചതച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണക്കമുളക് ചതച്ചതും, പിന്നെ അതിലോട്ട് കുരുമുളക്, മുളക് പൊടി, കായപ്പൊടി, ഒരു ശകലം ഉലുവാപ്പൊടിയും കൂടി ഇട്ട് ഞാൻ നല്ലതായിട്ട് മൂപ്പിച്ചിട്ട് അതിലോട്ട് പുളിവെള്ളമാണ് ഒഴിച്ചത്. അതാണ് ആ കളറിലിരുന്നത്. അതിനി നല്ലതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ രസം റെഡിയാവും. അതിൻ്റെ അകത്ത് ഇച്ചിരി മല്ലിയില ഉണ്ടെങ്കിൽ അതും ഇടുന്നത് നല്ലതാണ്. എനിക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇടത്തില്ല കേട്ടോ. ഏട്ടന് മാത്രം കഴിക്കുന്ന ദിവസം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ
നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്, അവിയൽ റെഡിയായി, രസം കൊന്ന് തിളയ്ക്കണം. അതുകൊണ്ട് ഞാനത് അവിടെ വെച്ചിട്ട് ഇപ്പുറത്തോട്ട് വന്നതാണ് എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് ശ്രീമോനെ കുളിപ്പിക്കാനുള്ള വെള്ളം കൂടെ അങ്ങ് ചൂടായിക്കോട്ടെ എന്ന് കരുതി. അപ്പോഴത്തേക്ക് അവനെയും കൂടെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏകദേശം ജോലിയെല്ലാം കഴിയുമല്ലോ. അപ്പോൾ തിളയ്ക്കുന്ന സമയത്തേക്ക് നമുക്ക് പാത്രവും കഴുകി വെച്ച് നമ്മുടെ അകമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാവുന്നതാണ് എൻ്റെ പ്ലാൻ. ഓരോന്നും പ്ലാൻ ചെയ്താലേ എല്ലാം നടക്കത്തുള്ളൂ കേട്ടോ. ഏട്ടൻ പോയി കഴിഞ്ഞാൽ ഏകദേശം എൻ്റെ പണികളൊന്നും നടക്കത്തില്ല. പോകുന്നതിന് മുമ്പ് എല്ലാം ഒതുക്കിക്കോണം. അല്ലെന്നുണ്ടെങ്കിൽ ശ്രീമോനെ നോക്കി ഇരിക്കാനേ പറ്റത്തുള്ളൂ. അവൻ അടങ്ങിയിരിക്കും, പക്ഷേ ഇരിക്കുന്നിരിപ്പി കസേരയുടെ മണ്ടയിലൊക്കെ കയറി താഴോട്ട് ചാടുകയൊക്കെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് അവനെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ജനലിൽ വലിഞ്ഞ് കയറാൻ പോവും. നേരത്തെ ഞാൻ ആ സ്റ്റെയറിൻ്റെ അവിടെ ഒരു കസേര ഇട്ടേക്കുന്നതുകൊണ്ട് കയറി പോകത്തില്ലായിരുന്നു. ഈ പെയിൻ്റ് അടിക്ക് ശേഷം ഞാൻ ആ കസേര കൊണ്ട് അവിടെ ഇട്ടിട്ടില്ല. അന്ന് കൊണ്ടിട്ടിട്ട് ഭിത്തിയിലെ പെയിൻ്റ് എല്ലാം പോവുകയും അവിടെ ഇളകുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും കൊണ്ടിട്ടാലും അങ്ങനെ തന്നെ സംഭവിക്കും. അതുകൊണ്ട് കുഞ്ഞിനെ ഇച്ചിരി ശ്രദ്ധിച്ചാൽ മതിയല്ലോ, ഭിത്തി എഴുക്കാക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ കസേര നേരെ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ പിന്നെ പാത്രങ്ങളെല്ലാം വേഗം കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീമോൻ വന്ന് എൻ്റെ എളിയെ കയറിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ പാതകമെല്ലാം നല്ലതായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വെള്ളം ചൂടായി അവനെ കുളിപ്പിക്കാൻ പോവാണ്. കുളിയും കഴിഞ്ഞ് കുഞ്ഞിനെ ഡ്രസ്സൊക്കെ മാറ്റി ഞാനീ കൊണ്ടുവന്നേ. അവന് ചില സമയത്ത് അടങ്ങിയിരിക്കും കേട്ടോ, നമുക്ക് ഒരു വഴക്കുമില്ല. അവന് നല്ല ഗുണമാണെന്നുണ്ടെങ്കിൽ അവൻ നല്ല രീതിയിൽ ഇരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അവൻ ഏത് സമയം എൻ്റെ എളിയിലേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ കാർട്ടൂണൊക്കെ കണ്ട് രസിച്ചിരിക്കുക. അപ്പോൾ ഞാൻ കരുതി ആ സമയം കൊണ്ട് തൂത്തൂടെ വാരി കഴിഞ്ഞാൽ ഇച്ചിരിയും കൂടെ ജോലി ഒതുങ്ങുമല്ലോ. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചിന്തിക്കുന്നത്. അവനെ വെച്ചുകൊണ്ട് നമ്മുടെ പണികളൊന്നും നടക്കത്തില്ല. ചില ദിവസങ്ങളിൽ അവന് ഭയങ്കര മോശമായിട്ടേ ആയിരിക്കും. അവനൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല. എൻ്റെ ഉടുപ്പിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നടക്കത്തതേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് എന്തുമായാലും കുഞ്ഞിന് നല്ല മൂഡായതുകൊണ്ട് ഞാൻ എൻ്റെ ജോലികളെല്ലാം അങ്ങനെ ഒതുക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഏട്ടന് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ഇന്ന് നേരത്തെ പോകണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഏട്ടൻ റെഡി ആയിക്കൊണ്ട് വന്നു. അപ്പോൾ എൻ്റെ ക്യാമറ ഇരിക്കുന്ന കണ്ടില്ല കേട്ടോ. അങ്ങനെ കയറി ഫ്രണ്ടിൽ നിന്നതേ. അത് കഴിഞ്ഞിട്ട് പോകാൻ ഇറങ്ങുവാണ്. അപ്പം ഇവിടെ ഡൈനിങ് ടേബിളിൻ്റെ മണ്ടേ പേഴ്സ് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പേഴ്സ് കൊണ്ട് കൊടുത്തതാണ്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, മോനെ പപ്പ പോകുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചാടി ഇറങ്ങി പോവാം. വണ്ടിയിലൊന്ന് കയറി ഇരിക്കാതെ അവനൊരു സമാധാനമില്ല. അങ്ങനെ ഇവിടം വരെ വന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ വന്നില്ല. ലാസ്റ്റ് ഏട്ടൻ എടുത്ത് തരുമായിരുന്നു ചെയ്തത്. അങ്ങനെ കുറച്ച് നേരം അവനോട് കാര്യമൊക്കെ പറഞ്ഞെങ്കിലും വലിയ മൂടൊന്നും ഇല്ല. കൊണ്ടുപോകാത്തത് കൊണ്ട് മുഖം ഇങ്ങനെ താത്തി വെച്ച് തന്നെ നിൽക്കുവാണ്. ടാറ്റയും കൊടുത്തില്ല അതുകൊണ്ട് വിഷമം കാരണം. നേരത്തെ പോകേണ്ടത് കൊണ്ടല്ലെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ഏട്ടൻ കൊണ്ട് വിട്ടിട്ട് പോകത്തതേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാനും ശ്രീമോനും മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. അപ്പം ഞാൻ തൂത്ത് കൂട്ടിയത് ഒരു ശകലം അടുക്കളയിലോട്ട് ഇട്ടിട്ടേ ഉള്ളായിരുന്നു. ഏട്ടൻ പോകുന്നത് കൊണ്ട് ഞാനതങ്ങ് നിർത്തി. ഇനിയിപ്പോൾ അതെല്ലാം തൂത്ത് മാറ്റിയിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ചപ്പാത്തി ചൂടാക്കണം. ദോശയായിരുന്നല്ലോ ഇവിടെ. അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയും കൂടി എനിക്ക് കഴിക്കാം. അപ്പോൾ ശ്രീമോന് ഉറക്കം വരാത്തത് കൊണ്ട് തന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോയി. അല്ലെന്നുണ്ടെങ്കിൽ അവനെ ഉറക്കിയിട്ടേ ഞാൻ കഴിക്കാറുള്ളൂ കേട്ടോ. ഇതിനിപ്പോൾ ഒത്തിരി താമസിക്കും. ഇന്നലെ ഞാൻ 11:30-12 മണി ആയി ഞാൻ ഉച്ചക്കത്തേത് കഴിച്ചത്. ഇപ്പം അതുകൊണ്ട് ഇന്ന് രാവിലെ എനിക്ക് വിശക്കുകയും ചെയ്തു. രാത്രി ഞാൻ എന്തോ കഴിച്ചിട്ടുള്ളായിരുന്നു, വേറെ ഒന്നും ഞാൻ കഴിച്ചതും ഇല്ല. അങ്ങനെ ഞാനും അവനും കൂടി ഇരുന്ന് ചപ്പാത്തി കഴിക്കുവാണേ. കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഉറക്കാമെന്ന് കരുതി. ജന്മം ചെയ്താൽ അവൻ ഉറങ്ങത്തില്ല, അവന് കളിക്കണം. അങ്ങനെ ഞാൻ കൊണ്ടുവച്ച കളിപ്പാട്ടങ്ങളെല്ലാം കൊണ്ട് പറക്കി നേരത്തെ കളിച്ചുകൊണ്ടിരിക്കുവാണേ. ഒരു ഹായ് പറ ശ്രീമോനെ എന്ന് പറഞ്ഞിട്ട് അവൻ ജന്മം ചെയ്താൽ കേൾക്കത്തില്ല. അവസാനം ഞാൻ ഫോൺ താത്ത് വെക്കുമ്പോൾ അവൻ ഹായ് പറയും. അങ്ങനെ കുറേ കഴിഞ്ഞ് ഞാനങ്ങ് ഉറക്കി കേട്ടോ. ഉറക്കിക്കൊണ്ട് കിടത്തി ഞാൻ വീഴാതിരിക്കാൻ തലാണയൊക്കെ വെച്ചിട്ട് ഞാൻ മുടി അഴിച്ചിടുവാണ്. രാവിലെ 6:30 ആയപ്പോൾ കുളിച്ചപ്പോൾ കെട്ടിയ മുടിയാണ്. ആ മുടി ഊരുന്നുണ്ട് ശരിക്കും. അതുകൊണ്ടാണ് ഞാൻ കെട്ടി തന്നെ വെച്ചിരുന്നത്. അവിടെ എവിടെയും പോകണ്ടാലോ വീഴണ്ടാലോ എന്ന് കരുതി. അതുമല്ല ചൂടും എടുക്കുകയും അഴിച്ചിട്ടുകൊണ്ടിരുന്നാൽ അവനെയും കൂടെ കിടത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ. നമ്മൾ ഫാനിൻ്റെ കീഴിലിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഉണങ്ങിക്കോളും. പെട്ടെന്നൊന്നും ഉണങ്ങത്തില്ല എങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. നമ്മൾ ജോലികൾ ചെയ്യുമ്പോഴല്ലേ നമ്മളെ വിയർക്കും എടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഞാൻ മുടിയെല്ലാം ചീകി ഒതുക്കി കെട്ടുവാണ് കേട്ടോ. അപ്പം ജടയുണ്ട്, അതുമാത്രമല്ല മുടി പൊഴിയുകയും ചെയ്യുന്നുണ്ട്. എത്ര നമ്മൾ ഒതുക്കി കെട്ടിയെന്ന് പറഞ്ഞാൽ പോലും മുടിയാണെങ്കിൽ ജടയാവുകയും ചെയ്യും. തല നനയ്ക്കുമ്പോഴാണ് കൂടുതൽ. ചീകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. സാധാരണ ചീകത്തില്ല, ഞാൻ കൈകൊണ്ട് കോതത്തേ ഉള്ളൂ. ചീകുമ്പോൾ ഒരുപാട് മുടി വരും, കാണുമ്പോൾ സങ്കടം വരികയും ചെയ്യും. അപ്പോൾ ഞാൻ ഓരോന്ന് പറയുമ്പോൾ ഈ മുടി ഇല്ലാത്തവർ പറയും അപ്പം ഞങ്ങളൊക്കെ എന്തോ പറയണമെന്ന്. ഉള്ളത് ഊരി പോകുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടമാണ് കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, റെമഡികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല മുടിയിൽ കുഞ്ഞിനെ വെച്ചുകൊണ്ട്. ഒരുപാട് സമയം നമ്മളതൊക്കെ ചെയ്യാൻ എടുക്കും. അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാൻ പോകത്തില്ല, വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ ഇരിക്കുവാണ് കേട്ടോ. അപ്പം എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ് ഇനി കുറച്ച് എഡിറ്റിംഗ് പരിപാടികളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.